ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദി ഭുവനേശ്വറാണ്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദി ഭുവനേശ്വറാണ്. കാർഷിക വിളകൾക്ക് പരിരക്ഷ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയാണ്. കാർഷിക വിളകൾക്ക് പരിരക്ഷ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് ആരാണ്? എയർ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ആരംഭിച്ചത് എയർ ഇന്ത്യയാണ്. ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വർ പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വർ പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ICC റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടുന്ന ഇന്ത്യൻ ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ ICC റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടുന്ന ഇന്ത്യൻ ബൗളർ ജസ്പ്രീത് ബുംറയാണ്. മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് IIT ബോംബെയാണ്. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിനൊരുങ്ങുന്ന കവിതാ സമാഹാരം ഏതാണ്? മനോരഥമാണ്. കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിനൊരുങ്ങുന്ന കവിതാ സമാഹാരം ഏതാണ്? മനോരഥമാണ്. മനോരഥം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം ആരാണ്? സാജൻ പ്രകാശാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റ് മത്സരങ്ങളിൽ പുറത്താകാതെ കൂടുതൽ റൺസ് നേടുന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വിദർഭയുടെ താരമാരാണ്? കരുൺ നായരാണ്. അപ്പം ലിസ്റ്റ് എ ക്രിക്കറ്റ് മത്സരങ്ങളിൽ പുറത്താകാതെ കൂടുതൽ റൺസ് നേടുന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വിദർഭയുടെ താരമാരാണ്? കരുൺ നായരാണ്. 2025 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണ്? ഹാനോയ് ആണ്. ഹാനോയ് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ് ഹാനോയ്. ഓക്കെ, താങ്ക് യു ഓൾ.